നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നമ്മളൊരു പാസ്റ്റ് ലൈഫ് റീഡിംഗ് ചെയ്യുകയാണ്. അതായത് നമുക്കൊരു 4 ചോദ്യങ്ങളായിട്ട് ഈ ഒരു റീഡിംഗ് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലെസൺ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതെന്താണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഒരു കാർമിക് പാറ്റേൺ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടാകും. അത് റിസോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബർത്തിലേക്ക് നിങ്ങൾക്കത് കൊണ്ടുവരേണ്ടി വന്നത്. അതെന്താണ്? നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ഏത് കാര്യത്തെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്? അതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത്, ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഏത് കാർമിക് ലെസൺ അല്ലെങ്കിൽ ഏത് സ്പിരിച്വൽ ലെസൺ ആണ് കൂടുതലായിട്ട് അറിയേണ്ടത്, എന്തിലാണ് നിങ്ങൾ മാസ്റ്റർ ആവേണ്ടത് എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു കാർമിക് ചാലഞ്ചിനെ നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ്. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാം. 4ലും നമ്മൾ 3 കാർഡ്സിൻ്റെ സ്പ്രെഡ് ചെയ്തായിരിക്കും എടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത്. ഇതുപോലെ കളക്റ്റീവ് റീഡിങ്ങുമാണ്. എല്ലാവർക്കും ഒരുപോലെ കണക്ടിവിറ്റി ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് കണക്ടിവിറ്റി തോന്നുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് റീഡിംഗ് മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ലൈഫ് ടൈമിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലെസൺ ഉണ്ടാകും. അതെന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് നിങ്ങൾക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലെസൺ? നോക്കാം എന്താണ്. ഹെർമിറ്റ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ്. ദ മൂൺ, 7 ഓഫ് പെൻഡക്കിൾസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാർമിക് പാറ്റേൺ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടാകും. അത് നിങ്ങൾ ഈ ഒരു ബർത്തിൽ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അതെന്താണ്? നിങ്ങളുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ആ കാർമിക് പാറ്റേൺ എന്താണ് എന്നതാണ്. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. സെക്കൻഡ് 9 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് തേർഡ് 6 ഓഫ് കപ്സ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഏത് സ്പിരിച്വൽ ലെസൺ ആണ് മാസ്റ്റർ ചെയ്യേണ്ടത്? ഏത് സ്പിരിച്വൽ ലെസണിലാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത് എന്നതാണ്. സ്റ്റാർ ആണ്, സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് മജീഷ്യൻ, 4 ഓഫ് സോർഡ്സ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു കാർമിക് ചാലഞ്ചിനെ നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അൺലോക്ക് ചെയ്യപ്പെടുന്ന ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണ്? ദ ഫൂൾ, 8 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെസൺ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ബർത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് തന്നെയാണ്. നിങ്ങളൊരു സ്പിരിച്വൽ ബീയിങ് ആണ് എന്നുള്ള റിയലൈസേഷനിലേക്ക് നിങ്ങൾ കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആ ഒരു ഗിഫ്റ്റിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു മൊമെൻറ്റിലുണ്ടായ തിരിച്ചറിവല്ല, പകരം ജീവിതം നിങ്ങളെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, ഒരുപാട് ബുദ്ധിമുട്ടി, നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ പാസ് ചെയ്ത്, ഒരുപാട് ഫിയറിനെ, ഒരുപാട് ഇൻസെക്യൂരിറ്റീസിനെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള
നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം അത്രയും നിങ്ങളെ നിങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ബർത്തിൽ ഈ ഇത്രയുമുള്ള കാലയളവിൽ നിങ്ങൾ കടന്നു പോകാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഫേസ് ചെയ്യാത്ത ഫിയേഴ്സ്, ഭയങ്ങൾ, പേടികൾ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ എല്ലാ തരത്തിലും ഇവിടെ ഫൈനാൻഷ്യലി ഒക്കെ നിങ്ങൾക്കുള്ള ബ്ലോക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഏണിങ്സ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ നിങ്ങൾ മോശമായത് കൊണ്ടോ അല്ല, പകരം നിങ്ങൾക്കുള്ള അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ലെസൺസ് ആയതുകൊണ്ടാണ് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഒരുപാട് ഫിയറിനെ ഫേസ് ചെയ്ത് നിങ്ങൾ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ നോക്കി, ഒരുപാട് ആളുകൾ എന്താ പറയുക, നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നോക്കി ഒക്കെ നിങ്ങളെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, വിമർശിക്കുന്നുണ്ടാകാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെല്ലാം ഫേസ് ചെയ്ത് നിങ്ങൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ സ്റ്റേജിലേക്കാണ്. ഇവിടെ ഹെർമിറ്റ് കാർഡ് എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ തന്നെ ആത്മാവിനെ, നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു ഫേസ്. ഇപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളും നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളും എല്ലാം നിങ്ങൾ തിരിച്ചറിവിൻ്റെ ഒരു പാത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ബാഡ് കർമ്മ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയും വിഷമങ്ങളുമെല്ലാം എൻഡ് ഫേസിലേക്ക് വരികയാണ്. ആ കർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബാഡ് കർമ്മയുടെ ആ ഒരു എൻഡ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ ഒരു അവേക്കനിങ് ആണ്. ഇനി നിങ്ങൾക്കുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടുകൾക്കുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ള മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ഉണ്ട്. അതേ ജ്ഞാനമായിക്കോട്ടെ, അല്ലെങ്കിൽ അറിവുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബെനഫിറ്റുകളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇവിടെ ആകാം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് തത്തുല്യമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ലൈഫ് ടൈമുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഈ ഒരു ലൈഫ് ടൈമിലെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് അൺലോക്കായി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതിനിവിടെ വന്നിരിക്കുന്ന കാർഡുകൾ ലവേഴ്സും 9 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ എപ്പോഴും ഒരു പാസ്റ്റ് എനർജിയിലേക്ക് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പാസ്റ്റിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എപ്പോഴും കണക്ട് ആവുന്നുണ്ട്. അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഫൈനാൻസ്, ഒരു മണി എനർജി, അങ്ങനെയെല്ലാം നിങ്ങൾ എപ്പോഴും ഒരു പാസ്റ്റ് എനർജിയിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സ്റ്റിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നതും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കാർമിക് പാറ്റേൺ ആണ്. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, അതായത് ഒരു വ്യക്തി വരുന്നു, ആദ്യത്തെ ഒരു സ്റ്റേജ് വളരെ നല്ല ഭംഗിയിൽ നിങ്ങളൊരു നല്ല രീതിയിൽ പോകുന്നു, അതിനുശേഷം നിങ്ങൾക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്നു. ഇതേ പാറ്റേൺ നിങ്ങൾ അടുത്തൊരാളിലേക്ക് പോകുമ്പോഴും അതിനടുത്തൊരാളിലേക്ക് പോകുമ്പോഴും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ റിസോൾവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ഇവിടെ ഈ ഒരു ലവേഴ്സ് കാർഡിൽ അത്രയും ഡോമിനേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ മണി എനർജി, ഇവിടെ മണി എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നിങ്ങൾ ഒരുപാട് പണം ഏൺ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷേ കയ്യിൽ വരുന്ന മണി എനർജിയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ്. മണി എനർജി മാനേജ് ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള
ഒരു റിപ്പീറ്റഡ് പാറ്റേൺസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുക എന്ന് പറയും. ആ പാസ്റ്റിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റിലേക്കോ നമ്മുടെ ഫ്യൂച്ചറിലേക്കോ ഫോക്കസ് പോകുന്നില്ല. അപ്പം ആ ഒരു എനർജി നിങ്ങളിവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ 3 എനർജീസാണ് ഇവിടെ കണക്റ്റായി വന്നിരിക്കുന്നത്. അതുപോലെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു ബർത്ത് ടൈമിൽ ഏത് കാര്യത്തിലാണ് നിങ്ങൾ മാസ്റ്റർ ആകേണ്ടത്, എന്തിനെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ബർത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുള്ള റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അറിവായിക്കോട്ടെ, നിങ്ങൾക്ക് സ്നേഹമായിക്കോട്ടെ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി, എന്ത് കാര്യവും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ കാണിക്കും. നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് അത്രയും വലിയ ഒരു കഴിവാണ്. നിങ്ങളുടെ ആ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ക്രിയേറ്റേഴ്സ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈഫ് പോകേണ്ടത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ലൈഫിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും ആക്കാം. നമുക്ക് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിലേക്ക് പോകാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഓരോ ആക്ഷൻസും കരുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ അത് കരുതലോടെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു മജീഷ്യൻ്റെ എനർജിയിൽ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കൺമുമ്പിലുണ്ട്, നിങ്ങൾ അതിലേക്ക് എത്തേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അതാണ് മജീഷ്യൻ കാർഡിലൂടെ പറയുന്നത്. ഓൾസോ ഇവിടെ സ്റ്റാർ കാർഡ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യത്തിനെയും വളരെയധികം ഒരു ഫ്ലോയിൽ എടുക്കണം എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ അതിലേക്ക് എത്ര കാലയളവിനുള്ളിൽ സംഭവിക്കണം എന്നുള്ളതും എത്ര സമയം വൈകണം, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് നടക്കണോ വേണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ എടുക്കുന്ന ആക്ഷൻ അനുസരിച്ചിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലേക്കും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ആക്ഷൻസിനെ നിങ്ങൾ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്കുകളെ, നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ട സമയമെടുത്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ വേണ്ട സമയമെടുത്ത് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു തെറ്റ് തിരുത്തി നിങ്ങളുടെ എനർജിയെ കൂട്ടുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്പിരിച്വൽ ലെസൺ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക, നിങ്ങളുടെ പാസ്റ്റിലേക്കും നിങ്ങളുടെ മനസ്സിലുള്ള, നിങ്ങളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിലേക്കുള്ള നോട്ടം വളരെ കൂടുതലാണെന്നുള്ളത്. സോ നിങ്ങൾ ഹീൽ ചെയ്യണം. പാസ്റ്റിലുള്ള എല്ലാ പെയിൻസിനെയും പതുക്കെ നിങ്ങൾ എടുത്തെടുത്ത് ഹീൽ ചെയ്യണം. അതിനെ സപ്രസ് ചെയ്ത് വെക്കാതെ ഓരോന്നിനെയും വെളിയിൽ കൊണ്ടുവന്ന് തന്നെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാർമിക് ചലഞ്ചുകളെ, നിങ്ങളുടെ ഒരു കാർമിക് ഫേസ് എൻഡായി കഴിയുമ്പോൾ, നമ്മളിവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ എൻഡാകുന്ന ഒരു ഫേസ് ആണെന്നും നിങ്ങളുടെ പൊട്ടൻഷ്യലിലേക്ക് കണക്റ്റ് ആവുകയാണ് എന്നുള്ളതും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ എനർജി, നിങ്ങൾ റീബർത്ത് എടുക്കുകയാണ്. അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ലൈഫല്ല റിയാലിറ്റി, ഇതല്ല ശരിയായ ജീവിതം, എനിക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ്. എവറി ഡേ എന്ന് പറയുന്നതും നിങ്ങൾക്കുള്ള ഒരു ബിഗിനിങ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ മറ്റൊരാളുടെ വാലിഡേഷന് വേണ്ടി നോക്കാതെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓൾസോ നിങ്ങൾ വിട്ടുകളയേണ്ട എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയും. നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, ജോലി, ഇമോഷൻസ് എല്ലാത്തിനും നിങ്ങൾ വിട്ടുമാറുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആക്സെപ്റ്റൻസിൻ്റെ എനർജിയിലേക്ക് വരികയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഒരു കാരണം കൊണ്ടാണ്. അത് നിങ്ങളുടെ കർമ്മയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്.
ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിച്ചത് ഇന്ന ഒരു റീസൺ കൊണ്ടാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജി എന്ന് പറയുന്നതും അങ്ങനെയാണ്. നിങ്ങൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്കിടയിൽ നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഇവിടെ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങളെ, മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസിനെ നിങ്ങൾ കേൾക്കും, നിങ്ങളത് ഉള്ളിലേക്ക് എടുക്കും. പക്ഷെ എന്ത് കാര്യം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചുറ്റുമുള്ള ആളുകളിൽ ജീവിക്കുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അവിടെ ഇമോഷണലി നിങ്ങൾ ഒന്നിലും അറ്റാച്ച്ഡ് ആകുന്നില്ല എന്നുള്ളതാണ്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങളെത്തും. നിങ്ങളെ ചുറ്റുമുള്ള ആളുകളെ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് വേദനയാണ് എന്നുണ്ടെങ്കിൽ, ആ വേദനകളൊന്നും പിന്നീട് നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. അതാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങൾ കണക്റ്റ് ആകുമെന്നും നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു സറണ്ടർ സ്റ്റേജിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുമാണ് ഇവിടെ ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ ഒരു പാസ്റ്റ് ലൈഫ് റീഡിങ് എല്ലാവർക്കും കണക്റ്റ് ആയി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലെ ഓരോ പോയിൻറ്റ്സും വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റീഡിങ്ങിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരറ്റ് റീഡിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. താങ്ക് യു.